നമസ്കാരം. നാളെ സമ്പൽ സമൃദ്ധിയുടെയും ഐശ്വര്യത്തിന്റെയും വിഷുദിനമാണ്. വിഷുപ്പുലരിയാണ്. നാളെ പുതിയൊരു മാസം ആരംഭിക്കുകയാണ്. മേടം 1 നാളെയാണ് ആരംഭിക്കുന്നത്. ഈ മേടമാസവുമായി ബന്ധപ്പെട്ട് നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിക്കാൻ പോകുന്ന പ്രധാനപ്പെട്ടതായ ചില കാര്യങ്ങളെക്കുറിച്ച് വിശദമായി തന്നെ ഈ വീഡിയോയിലൂടെ മനസ്സിലാക്കാം. ഞാൻ ഈ പരാമർശിക്കാൻ പോകുന്നതായ നക്ഷത്രക്കാർക്ക് ഈ മാസം കൂടുതൽ അനുകൂലമായി ഭവിക്കും. ജീവിതത്തിൽ പല വിധത്തിലും നേട്ടങ്ങൾ സ്വന്തമാക്കുവാൻ ഇവർക്ക് സാധിക്കുന്നതായ സമയമായി തന്നെ മാറും. ഏവരും ഹരേ കൃഷ്ണ എന്ന് കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. ഭഗവാനെ ഏവരും ഒരു നിമിഷം വന്ദിക്കുക. ഗ്രഹങ്ങളുടെ രാജാവായ സൂര്യൻ മേടത്തിൽ പ്രവേശിക്കാൻ പോവുകയാണ്. സൂര്യന്റെ ഈ മാറ്റം ജീവിതത്തിൽ പല വിധത്തിലും കഷ്ടപ്പാടുകൾ അനുഭവിക്കുന്ന ചില രാശിക്കാർക്ക് ജീവിതത്തിൽ നിന്നും ഈ ദോഷകരമായ കാര്യങ്ങളെ ഒഴിവാക്കുവാൻ സാധിക്കുന്നതാണ്. ഒരു മാസം നീണ്ടു നിൽക്കുന്നതായ സൗഭാഗ്യങ്ങൾ ഇവരുടെ ജീവിതത്തിലേക്ക് കടന്നു വരും. കുംഭം രാശിയിൽ വരുന്ന നക്ഷത്രക്കാരാണ് അവിട്ടം അവസാന പകുതി, ചതയം, പൂരുരുട്ടാതി, ആദ്യ മുക്കാൽ ഭാഗം എന്നീ നക്ഷത്രക്കാർ. കുംഭം രാശിക്കാർക്ക് സാമ്പത്തികപരമായ നേട്ടങ്ങൾ അനവധി സ്വന്തമാക്കുവാൻ സാധിക്കുന്നതായ സാഹചര്യമാണ് ഈ മാസം പ്രധാനമായും ജീവിതത്തിലേക്ക് കടന്നു വരിക. മേടമാസത്തിൽ നിലവിൽ നേരിട്ടുകൊണ്ടിരിക്കുന്നതായ പല മാനസികപരമായ വിഷമങ്ങളും ജീവിതത്തിൽ നിന്നും അകലുന്നതായ സാഹചര്യങ്ങൾ വന്നു ചേരും. ടെൻഷൻ കുറയുന്നതായ സാഹചര്യങ്ങളും കടന്ന് വരാവുന്നതാണ്. ആരോഗ്യ കാര്യങ്ങളെക്കുറിച്ച് ഓർത്ത് ആശങ്കകളുണ്ട് എങ്കിൽ ആ ആശങ്കകൾ പരിഹരിക്കപ്പെടുവാൻ സാധിക്കുന്നതുമാണ്. രോഗദുരിതങ്ങൾ കുറയുന്നതാണ്. ആവശ്യത്തിന് പണം കൈകളിലേക്ക് വന്ന് ചേരുന്നതായ സാഹചര്യങ്ങൾ വന്നു ചേരും. സൗഭാഗ്യത്തോടെ തന്നെ കാര്യങ്ങൾ നിങ്ങൾക്ക് കൂടുതൽ അനുകൂലമായി തീരും. വളരെയധികം അവസരങ്ങൾ നിങ്ങളെ തേടിയെത്തും. സന്തോഷവും സമാധാനവും ജീവിതത്തിൽ കൊണ്ടുവരുവാൻ സാധിക്കും. നേട്ടങ്ങൾ അനവധി കൈവരിക്കുവാൻ സാധിക്കുന്നതായ സാഹചര്യങ്ങളാണ് കടന്നു വരിക. പുതിയ ജോലിയിൽ പ്രവേശിക്കുവാൻ സാധിക്കും. ജോലിയുമായി ബന്ധപ്പെട്ടും മികവ് പ്രകടമാക്കുവാൻ സാധിക്കും. പുതിയ അവസരങ്ങൾ ജീവിതത്തിലേക്ക് വന്നു ചേരാം. സമാധാനപരമായി തന്നെ മുന്നോട്ട് പോകുവാൻ സാധിക്കുന്നതായ സാഹചര്യങ്ങൾ തന്നെയാണ് വന്നു ചേരുക. ഈ രാശിക്കാർക്ക് പ്രധാനമായും ജീവിതത്തിൽ അനുഭവിക്കുന്നതായ പല ദുഃഖ ദുരിതങ്ങൾക്കും വ്യക്തമായ പരിഹാരം കണ്ടെത്തുകയോ അല്ലെങ്കിൽ മറ്റു വ്യക്തികളുടെ സഹായത്താൽ പല കാര്യങ്ങളും അനുകൂലമാക്കി തീർക്കുവാൻ സാധിച്ചു എന്ന് വരാം. എന്നാൽ ധനപരമായ കാര്യങ്ങളിൽ ശ്രദ്ധ പുലർത്തിയില്ല എങ്കിൽ ധനനഷ്ടങ്ങൾ, ചെലവുകൾ അമിതമായി കടന്ന് വരാനുള്ള സാധ്യതകളുണ്ട്. അതിനാൽ അത്തരം കാര്യങ്ങളിൽ ശ്രദ്ധ പുലർത്തി നിങ്ങൾ മുന്നോട്ട് പോവുക. മേടം രാശിയിൽ വരുന്ന നക്ഷത്രക്കാരാണ് അശ്വതി, ഭരണി, കാർത്തിക, ആദ്യ കാൽഭാഗം എന്നീ നക്ഷത്രക്കാർ. മേടം രാശിക്കാരെ സംബന്ധിച്ചിടത്തോളം കാര്യങ്ങൾ കൂടുതൽ അനുകൂലമായി തീരുന്ന സാഹചര്യങ്ങളാണ് വന്നു ചേരുക. പല വിധത്തിലും കഷ്ടകാലങ്ങൾ ജീവിതത്തിൽ വന്ന് ചേർന്നിരിക്കുന്നതായ വ്യക്തികളാകാം നിങ്ങൾ. പല ദുരിതങ്ങളോ വിഷമതകളോ ജീവിതത്തിലുണ്ട്. അത്തരം പ്രശ്നങ്ങളെ നിങ്ങൾക്ക് തരണം ചെയ്യുവാൻ സാധിക്കുന്ന അല്ലെങ്കിൽ പല വ്യക്തികളുടെയും പിന്തുണകളാൽ നേട്ടങ്ങൾ സ്വന്തമാക്കുവാൻ സാധിക്കുന്ന സാഹചര്യങ്ങൾ കടന്നു വരും. ജീവിതത്തിൽ സൗഖ്യം അനുഭവപ്പെടുന്നതായ സാഹചര്യങ്ങൾ കടന്നു വരും. സമ്പാദ്യം ശരിയായ രീതിയിൽ വിനിയോഗിക്കുവാൻ നിങ്ങൾക്ക് അവസരങ്ങൾ ലഭിക്കും. മാനസിക ഉന്നതിക്കായി അല്ലെങ്കിൽ ചെയ്യുന്നതായ പ്രവൃത്തികൾക്ക് കാര്യങ്ങൾ കൂടുതൽ അനുകൂലമായി തീരുന്ന ഭാഗ്യം തുണയ്ക്കുന്നതായ സാഹചര്യങ്ങൾ കടന്നു വരും. പരീക്ഷാ വിജയം നേടുവാൻ സാധിക്കും. കൂടാതെ ഈ സമയം നിങ്ങൾക്ക് മാനസിക പ്രയാസങ്ങൾ അകലുന്നതായ സാഹചര്യങ്ങൾ വന്നു ചേരും. സമ്പത്ത് വർദ്ധിപ്പിക്കുവാൻ സാധിക്കും. ജോലി ശരിയായ രീതിയിൽ ആസ്വദിച്ച് ചെയ്യുവാൻ സാധിക്കുന്നതാണ്. പ്രവർത്തന മേഖലകളിൽ വിജയങ്ങൾ കൈവരിക്കുവാൻ സാധിക്കും. ഈ രാശിക്കാർക്ക് പണം സമ്പാദിക്കാനുള്ള അവസരങ്ങൾ ജീവിതത്തിലേക്ക് കടന്നു വരും. ഒന്നിൽ കൂടുതൽ ധനസ്രോതസ്സുകളിൽ നിന്ന് പോലും ധനം കൈകളിലേക്ക് വന്ന് ചേരുന്നതായ സമയമാണ്. ഭാഗ്യം തുണയ്ക്കുന്നതായ സമയമായി തന്നെ മാറാം. ചെയ്യുന്ന പ്രവൃത്തികളിൽ വിജയ സാധ്യത വർദ്ധിക്കുകയും ഒപ്പം നിൽക്കുന്നവർക്ക് പോലും നേട്ടങ്ങൾ നൽകുവാൻ സാധിക്കും. കുടുംബത്തിന്റെ ആവശ്യങ്ങൾ കണ്ടറിഞ്ഞ് പ്രവർത്തിക്കുവാൻ സാധിക്കും. അപ്രതീക്ഷിതമായി നിങ്ങളുടെ മനസ്സിന് സന്തോഷം പകരുന്നതായ ചില സമ്മാനങ്ങൾ അല്ലെങ്കിൽ ചില കാര്യങ്ങൾ നിങ്ങൾക്ക് ലഭിക്കാവുന്നതുമാണ്.
ഈ സമയം പൊതുവിൽ നിങ്ങൾക്ക് ഭാഗ്യം തുണയ്ക്കുന്ന സമയമാകുന്നു. മിഥുനം രാശിയിൽ വരുന്ന നക്ഷത്രക്കാരാണ് മകീരം അവസാന പകുതി, തിരുവാതിര, പുണർദം ആദ്യ മുക്കാൽ ഭാഗം എന്നീ നക്ഷത്രക്കാർ. മിഥുനം രാശിക്കാരെ സംബന്ധിച്ചിടത്തോളം സാമ്പത്തിക പ്രയാസങ്ങൾ ജീവിതത്തിൽ നിന്നും അകലുന്നതായ സാഹചര്യം, ഒന്നിൽ കൂടുതൽ ധനപരമായ നേട്ടങ്ങൾ ജീവിതത്തിലേക്ക് വന്ന് ചേരാവുന്നതായ സാഹചര്യം, പല വിധത്തിലും കഷ്ടപ്പാടുകൾ അകലുന്നതായ സാഹചര്യം, സാമ്പത്തിക സ്ഥിരത കൈവരിക്കുവാൻ സാധിക്കുന്നതായ സമയം, പല വിധത്തിലും അനുകൂലമായ യോഗം ഇവർക്ക് രൂപപ്പെടുന്നതായ സാഹചര്യങ്ങൾ വന്നു ചേരും. പെട്ടെന്ന് വരുമാനം വർദ്ധിപ്പിക്കുവാൻ നിങ്ങൾക്ക് സാധിക്കും. ശമ്പള വർധനവ് പ്രതീക്ഷിക്കാം. മാതാപിതാക്കളുമായി ബന്ധപ്പെട്ടും നേട്ടങ്ങൾ ഇവർക്ക് ലഭിക്കാവുന്നതാണ്. പല വിധത്തിലും അനുകൂലമായ കാര്യങ്ങൾ, സന്തോഷകരമായ നിമിഷങ്ങൾ ജീവിതത്തിലേക്ക് വന്നു ചേരും. പല വ്യക്തികളുമായി ബന്ധപ്പെട്ടും നിങ്ങൾക്ക് നഷ്ടങ്ങൾ സംഭവിക്കാം എങ്കിൽ പോലും അത് തരണം ചെയ്ത് മുന്നോട്ട് പോകുവാൻ നിങ്ങൾക്ക് സാധിക്കും. പല കാര്യങ്ങളിലും ശരിയായ രീതിയിൽ ചിന്തിച്ച് തീരുമാനങ്ങൾ കൈക്കൊള്ളുന്നതിനാൽ നിങ്ങൾക്ക് കാര്യങ്ങൾ അനുകൂലമായി തീരാം. എന്നാൽ അമിതമായ ചെലവ് ജീവിതത്തിലേക്ക് വന്നു ചേരുക, ചെയ്യുന്ന പ്രവൃത്തികളിൽ പലപ്പോഴും മടുപ്പ് അനുഭവപ്പെടുക തുടങ്ങിയ കാര്യങ്ങൾ വന്നു ചേരാം. എന്നാൽ ഈ സമയം ഈശ്വരാധീനം വർദ്ധിപ്പിച്ച് തന്നെ നിങ്ങൾ മുന്നോട്ട് പോകേണ്ടതായിട്ടുണ്ട്. ചില വ്യക്തികൾ മൂലം മനസ്സ് വിഷമിക്കുന്നതായ സാഹചര്യങ്ങളുണ്ട് എങ്കിൽ പോലും മറ്റു ചില കാര്യങ്ങളാൽ മനസ്സ് സന്തോഷിക്കാവുന്നതായ അവസരങ്ങളും വന്നു ചേരും. കൂടാതെ ചില വ്യക്തികൾ മൂലം നിങ്ങൾക്ക് സഹായങ്ങൾ ലഭിക്കാനുള്ള സാധ്യതകളുണ്ട്. നിങ്ങൾ പ്രതീക്ഷിക്കുന്ന വ്യക്തികളിൽ നിന്ന് തന്നെ സഹായം കൂടുതലായി ലഭിക്കണം എന്നില്ല, ആ കാര്യവും പ്രത്യേകം ഓർക്കണം. കൂടാതെ കുടുംബത്തിന്റെ ആവശ്യങ്ങൾ കണ്ടറിഞ്ഞ് പ്രവർത്തിക്കുവാൻ സാധിക്കും. കടം നിങ്ങൾക്ക് ഒരു പ്രധാനപ്പെട്ടതായ പ്രശ്നമാകാം. അത്തരം പ്രശ്നങ്ങളെ ഒരു പരിധിവരെയെങ്കിലും തരണം ചെയ്യുവാനുള്ള ചില സാഹചര്യങ്ങൾ വന്നു ചേരാം. സമയം നീട്ടിക്കിട്ടുവാനുള്ള സാധ്യതകൾ കൂടുതലാണ്. ഇത്തരത്തിൽ കാര്യങ്ങൾ അനുകൂലവും ചില കാര്യങ്ങൾ പ്രതികൂലമാകേണ്ടതായ കാര്യങ്ങളെ ശരിയായ രീതിയിൽ ചിന്തിച്ച് പ്രവർത്തിക്കുന്നതിനാൽ അനുകൂലമാക്കി തീർക്കുവാനും സാധിക്കും. ഈ സമയം നിങ്ങൾ തീർച്ചയായും ഇഷ്ടദേവതയെയും കുടുംബദേവതയെയും ആരാധിച്ച് തന്നെ മുന്നോട്ട് നീങ്ങണം. ചിങ്ങം രാശിയിൽ വരുന്ന നക്ഷത്രക്കാരാണ് മകം, പൂരം, ഉത്രം ആദ്യകാൽഭാഗം എന്നീ നക്ഷത്രക്കാർ. ചിങ്ങം രാശിക്കാരെ സംബന്ധിച്ചിടത്തോളം സന്തോഷം വർദ്ധിക്കുന്നതായ സാഹചര്യങ്ങൾ കടന്നു വരും. ആഗ്രഹിച്ചതായ പല നേട്ടങ്ങളും സ്വന്തമാക്കുവാൻ നിങ്ങൾക്ക് സാധിച്ചു എന്ന് വരാം. പല കാര്യങ്ങളിലും പുതിയ അവസരങ്ങൾ നിങ്ങളെ തേടിയെത്താം. മുൻപ് നേരിട്ട് കൊണ്ടിരുന്നതായ പല പ്രധാനപ്പെട്ടതായ തടസ്സങ്ങളും ഈ സമയം നിങ്ങളുടെ ജീവിതത്തിൽ നിന്നും ഒഴിഞ്ഞ് പോകാവുന്നതാണ്. നേട്ടങ്ങൾ സ്വന്തമാക്കുവാനുള്ള അവസരങ്ങൾ വന്നു ചേരും എങ്കിലും ശത്രുക്കളുമായി ബന്ധപ്പെട്ട് ചില തടസ്സങ്ങൾ വന്നു ചേരാം. അത് ശരിയായ രീതിയിൽ തരണം ചെയ്യുവാൻ നിങ്ങൾക്ക് സാധിക്കും. എന്നാൽ തളരാതെ മുന്നോട്ട് പോകേണ്ടത് അനിവാര്യമാണ്. മാനസിക ഉല്ലാസം ലഭിക്കുന്നതായ സാഹചര്യങ്ങൾ വന്നു ചേരും. ബിസിനസ് പരമായി നോക്കുകയാണ് എങ്കിൽ വളർച്ച വന്ന് ചേരാവുന്നതായ സമയമാണ്. സാമ്പത്തികപരമായ ചില ആവശ്യങ്ങൾ നിങ്ങൾക്ക് അനുകൂലമാക്കി തീർക്കുവാൻ സാധിക്കും. സഹായങ്ങൾ അല്ലെങ്കിൽ മറ്റു വഴികളിലൂടെയാണ് എങ്കിലും ധനം കൈകളിലേക്ക് വന്നു ചേരാം. ജീവിതത്തിൽ പ്രധാനപ്പെട്ടതായ കാര്യങ്ങൾ വിജയകരമായി പൂർത്തീകരിക്കുവാൻ നിങ്ങൾക്ക് സാധിക്കും. നേട്ടങ്ങൾ അനവധി വന്നു ചേരും. വിദ്യാർത്ഥികൾക്കും അനുകൂലമായ ഫലങ്ങൾ ജീവിതത്തിലേക്ക് കടന്നു വരാം. പൊതുവിൽ ഈ സമയം നിങ്ങൾക്ക് അനുകൂലം തന്നെയാകുന്നു. പല കാര്യങ്ങളിലും ശ്രദ്ധ പുലർത്തേണ്ടത് അനിവാര്യമാണ്. കാരണം ബിസിനസ് സംബന്ധമായി ചില ടെൻഷനുകൾ വന്നു ചേരാം. അത്തരം ചില കാര്യങ്ങളെ ഒഴിവാക്കാൻ നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട്. തൊഴിൽപരമായി നിങ്ങൾ പ്രതീക്ഷിക്കുന്നതായ ചില സമയങ്ങളിൽ ചില കാര്യങ്ങൾ ചില സമയങ്ങളിൽ ലഭിക്കാതെ വരാം. അത്തരം ചില കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് വിഷമങ്ങൾക്കുള്ള സാധ്യതകളുണ്ട്. എന്നാൽ അത്തരം കാര്യങ്ങളെ ഒഴിവാക്കുവാൻ നിങ്ങൾക്ക് സാധിക്കും. അത്തരം കാര്യങ്ങളിൽ നിന്നും തരണം ചെയ്ത് മുന്നോട്ട് പോകുവാൻ സാധിക്കും. കൂടാതെ പണത്തിന്റെ ആവശ്യത്തിന് പല അവസരങ്ങളിലും സഹായങ്ങൾ ലഭിക്കാം. കൂടാതെ ധനപരമായ നേട്ടങ്ങൾക്ക് സഹായകരമായ ചില കാര്യങ്ങൾ നിങ്ങൾക്ക് പ്രവർത്തിക്കുവാൻ സാധിക്കും. കൂടാതെ ഈ സമയം കുടുംബത്തിന്റെ ആവശ്യങ്ങൾ കണ്ടറിഞ്ഞ് പ്രവർത്തിക്കുക. കടബാധ്യതകളുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ ഒരു പരിധിവരെ തരണം ചെയ്യുക തുടങ്ങിയ കാര്യങ്ങൾ സംഭവിക്കാവുന്നതാണ്. ആവശ്യമുള്ള ധനം പല വഴികളിലൂടെയും കൈകളിലേക്ക് വന്നു ചേരാം.
പൊതുവിൽ ഈ സമയം നിങ്ങൾക്ക് അനുകൂലമാണ്. എന്നാൽ ചെലവിന്റെ കാര്യത്തിൽ അല്പം കൂടി ശ്രദ്ധ പുലർത്തേണ്ടത് അനിവാര്യമാകുന്നു.